പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. യുദ്ധം എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അത് പടിപടിയായിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ്. നമുക്കറിയാം, ഏകദേശം 100 വർഷത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു 25 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ചില തുടക്കങ്ങൾ കണ്ടിട്ടും ഒരു വലിയ ആണവ യുദ്ധത്തിലേക്ക്, വലിയ പ്രശ്നത്തിലേക്ക് ലോകം എടുത്തു ചാടുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്നലെ യുദ്ധം എങ്ങനെയാണ് വരുന്നത്, അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മളിത് കണ്ടത് ഇങ്ങനെയാണ്: അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും. അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചു വന്ന് ക്രുദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും. അപ്പോൾ വിശുദ്ധ ഉടമ്പടി എന്ന് പറയുന്നതാണ് ഇസ്രായേൽ ജനം. അവരിന്ന് വിശുദ്ധ ഉടമ്പടി വെച്ചിട്ടാണ് പിതാവായ ദൈവം സിനായ് മല വെച്ച് കൊടുത്ത ഉടമ്പടി. ആ ഉടമ്പടി അവിടുന്ന് ഇങ്ങോട്ട് 2-2.5 യുഗം, 2500-3000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മറ്റ് തലമുറകൾ, അതായത് വിശുദ്ധ ഉടമ്പടി ലംഘിച്ച് മാറിയെന്നവർ ബാബിലോൺ സംസ്കാരം ഉണ്ടായിരുന്നു. ആ ബാബിലോണിയർ എന്ന് പറയുന്ന ബാബിലോൺ നെബൂഖദ്നേസർ രാജാവ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അവർ ഈ ഉടമ്പടി ലംഘിച്ചവരായ ഇസ്രായേൽക്കാരുടെ യാതൊരുവിധ കൂട്ടും ബന്ധവുമില്ലാതെ മാറിയെന്നവരാണ്. അപ്പോൾ അന്ന് അത് നെബൂഖദ്നേസർ രാജാവായിരുന്നെങ്കിൽ ഇന്ന് ഈ ഉടമ്പടി ഇസ്രായേൽക്കാർ എന്ന പിതാവായ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്ന ഇസ്രായേൽക്കാരുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുന്നവർ ഇന്ന് ആരാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രമിക്കും. അപ്പോൾ ഈ ഉടമ്പടി ഉപേക്ഷിച്ചവരാണ് അന്ന് ബാബിലോണാണെങ്കിൽ ഇന്ന് അത് മുസ്ലിം സമുദായമാണ്, അതായത് മുസ്ലിം രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ. അവർ ആ ഉടമ്പടി പാലിക്കുന്നില്ല. അപ്പോൾ അവരുടെ വാക്ക് ശ്രവിച്ചിട്ട് എന്തു ചെയ്യും? അവൻ്റെ സൈന്യം വന്ന് ദേവാലയം കോട്ടയം അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിർത്തലാക്കുകയും ചെയ്യും. അപ്പോൾ ആ നിരന്തര ദഹനബലി ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അത് 2027 ജെറുസലേം ദേവാലയം പണിയുകയും അതോടനുബന്ധിച്ച് 2030 വരെ അവരുടെ നിരന്തര ദഹനബലി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത് എന്തു ചെയ്യും? ഈ ദഹനബലിയും ഇതിൻ്റെ പരിപാടികളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട എതിർ സംസ്കാരമുള്ള ബാബിലോൺ സംസ്കാരമുള്ള അവർ ഈ ഉത്തരദേശത്തെ രാജാവുമായിട്ട് വന്നിട്ട് ഈ വിശുദ്ധ ഉടമ്പടി ലംഘിക്കുകയും നിരന്തര ദഹനബലി നിർത്തലാക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രമിക്കും. അങ്ങനെ ഉപേക്ഷിച്ചവരായ ആ രാഷ്ട്രങ്ങൾ, മുസ്ലിം സംസ്ഥാനമായിട്ട് ആ രീതിയിലുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടി ഇസ്രായേലിനെതിരെ വരികയും അതും വരാൻ സമയമായ കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് എന്നാണ് നാം എൻ്റെ സമയത്തെക്കുറിച്ച്. അത് ദാനിയേൽ പറയുന്ന പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ദാനിയേൽ 12:7 ഇങ്ങനെ പറയാണ്: അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇത് നിവൃത്തിയാകും. അവിടെ നിവൃത്തിയാകും എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥത്തിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് പടിപടിയായി സംഭവിക്കും, ഘട്ടം ഘട്ടമായി സംഭവിക്കും, സ്റ്റെപ്പായിട്ട് സംഭവിക്കും. അത് 1-ാം ഘട്ടം കഴിഞ്ഞാൽ 2-ാം ഘട്ടത്തിലേക്ക് വരും, വരിക തന്നെ ചെയ്യും. 2-ാം ഘട്ടം കഴിഞ്ഞാൽ 3-ാം ഘട്ടത്തിലേക്ക് വരും, 3-ാം ഘട്ടത്തിലേക്ക് വരിക തന്നെ ചെയ്യും, വരാതിരിക്കുകയില്ല. അപ്പോൾ അത് ആ ഒരു സമയത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഉടമ്പടി ലംഘിച്ച ഇസ്രായേൽക്കാരുടെ ശത്രുക്കളായിട്ടുള്ള ഇന്നത്തെ രാഷ്ട്രങ്ങൾ ഈ ലോകയുദ്ധത്തിൻ്റെ സമയം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തു സംഭവിക്കും? നിലവിലുള്ള വിശുദ്ധ ഉടമ്പടികളെ ലംഘിക്കുകയും അതിനെ നിരോധിച്ചുകൊണ്ട് അവരുടെ മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്ന ആ വലിയ സംഭവം 2030 കാലഘട്ടങ്ങളിൽ സംഭവിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതെന്ത് സംഭവിക്കുന്നു? അത് സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കും എന്ന ഒരു 3.5 വർഷവും, ആ 3.5 വർഷത്തിൻ്റെ തന്നെ അതിൻ്റെ മറ്റൊരു തുടക്കമായ വിശുദ്ധ ഉടമ്പടിയുടെ പാലിക്കലായ പുതിയ ആരാധന, ഇസ്രായേൽക്കാരുടെ പുതിയ ആരാധനയും വരുന്ന 2027 മുതലുള്ള 3.5 വർഷത്തെ ആരാധന, അതിനെ ലംഘിക്കാൻ പിന്നത്തെ 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ആരാധന, ഇതിൻ്റെ എല്ലാം തുടക്കത്തിന് തൊട്ടുമുമ്പുള്ള 2026 നാം ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ യുദ്ധം വരുന്ന വഴികൾ, അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരുക്കപ്പെട്ട് റെഡിയാക്കി അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇനി ആ യുദ്ധത്തിലേക്ക്, 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം എടുത്ത് ചാടുകയും വേണ്ടു. അത് ചാടാൻ 2027 കാലഘട്ടങ്ങളിൽ അത് നിശ്ചയമായി സംഭവിക്കും. കാരണം അതിൻ്റെ സമയങ്ങളും ആവുകയാണ്.
ആ സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യാം, സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. ആ സമയം എത്തുകയാണ്. ആ സമയം എത്തുമ്പോൾ ആ സമയത്തിൻ്റെ പകുതി എത്തും, ആ സമയത്തിൻ്റെ തുടക്കം ആരംഭിക്കും, അത് ആരംഭിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് അടുത്ത ദാനിയേൽ പറഞ്ഞ ദിവസം 11 അധ്യായം 39 തിരുവചനം, അതിനകത്ത് ഇങ്ങനെ പറയുന്നത് 11:39, ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പൊരുതും. അപ്പോൾ ആ യുദ്ധം വന്നാൽ ഏറ്റവും ശക്തമായ കോട്ടകൾ, ഇന്ന് നമുക്കറിയാം റഷ്യ എന്നത് ഏറ്റവും ശക്തമായൊരു കോട്ടയാണ്. അമേരിക്ക എന്ന റഷ്യ എന്ന് പറയുന്നത് വലിയൊരു ശക്തമായ കോട്ടയാണ്. യൂറോപ്പ് വേറൊരു കോട്ടയാണ്. ഇങ്ങോട്ട് വന്നാൽ ഇസ്രായേൽ വലിയൊരു കോട്ടയാണ്. ഏഷ്യയുടെ ഇങ്ങേ അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചൈന കോട്ടയാണ്, ഇന്ത്യ കോട്ടയാണ്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഇങ്ങനെ വലിയ കോട്ടകളല്ലാതെ കിടക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്, മലേഷ്യയുണ്ട്. അങ്ങനെ കുറേയേറെ രാഷ്ട്രങ്ങൾ വലിയ കോട്ടകളല്ലാതെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലെ. അങ്ങനെ കർത്താവ് പറയണത് അവർ ഗ്രാമങ്ങളുടെ മേൽ എരിച്ചുകയും ചെയ്ത കർത്താവ് പറയുന്നത് ഏറ്റവും ശക്തമായ കോട്ടകൾ അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പൊരുതും. അത് കഴിഞ്ഞ കർത്താവ് അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും. അപ്പോൾ ഇരച്ചു കയറുകയും ചെയ്യുന്ന സമയം, അതിൻ്റെ സമയമാണ് 2027 മുതലുള്ള സമയം. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിലാണ് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തെക്കുറിച്ചും അതിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ കണ്ടുപിടിക്കപ്പെട്ട യന്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് എഴുതപ്പെട്ട 1 ദാനിയേൽ പറയുന്ന പുസ്തകവും 2 വെളിപാടിൻ്റെ പുസ്തകമാണ്. ആ 2 പുസ്തകങ്ങളിലുമാണ് ഇതിൻ്റെ കാലഘട്ടത്തെ വ്യക്തമായിട്ട് വിശദീകരണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. കാലഘട്ടം മുഴുവനും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ പിന്തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമുക്കറിയാം, പാലിനകത്ത് ഉറയൊഴിച്ച് വെച്ചാൽ മോരാകും, മോര് പിറ്റേ ദിവസം നെയ്യാകും, നെയ്യ് പിറ്റേ ദിവസം അത് തീ വെച്ച് ചൂടാക്കിയാൽ എണ്ണയാകും, എണ്ണ അഗ്നിയാവും. അപ്പോൾ അങ്ങനെ ഘട്ടമായിട്ട് സംഭവിക്കുന്ന ആ രീതിയിലേക്ക് ലോകം എത്തപ്പെടുന്ന പശ്ചാത്തലം ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ശാസ്ത്രീയമായും ജ്ഞാനം കൊണ്ടും അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടും എല്ലാം വ്യക്തമായിട്ട് ബോധ്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പുള്ള 7 വർഷത്തെ യുദ്ധത്തിൻ്റെ സമയത്തിലേക്ക് ലോകം അടുത്തു വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇതൊക്കെ ചരിത്ര സത്യം. ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. കാരണം അവർക്കറിയാം, എതിർ രാഷ്ട്രങ്ങൾ ഇങ്ങോട്ട് ആണവ മിസൈൽ വിട്ടാൽ അത് തൻ്റെ രാജ്യത്ത് വീണാൽ അവിടെ അഗ്നിഗോളം ഉണ്ടാകുമെന്നും ആ ഒരു ഭൂപ്രദേശം, ആ ഒരു രാജ്യം തന്നെ ഇല്ലാതെയാവുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അത് വന്ന് വീഴാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ലോകം കണ്ടുപിടിക്കുകയാണ്. എന്നാൽ കർത്താവ് നിശ്ചയിച്ച സമയത്ത് ഈ യുദ്ധമുണ്ടാവുകയും അത് നശിക്കേണ്ടതെല്ലാം നശിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമായിട്ടും വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം തിരുവചനത്തിലേക്ക് നമ്മൾ വരണം. വെളിപാട് 6:1. അവിടെ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ രീതിയിലാണ്. വെളിപാട് 6:1, കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്നവൻ, അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിലേക്ക് അവൻ ജയയാത്ര ആരംഭിച്ചു. അത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധവും ഇസ്രായേലിൻ്റെ യുദ്ധവുമാണ്. അതാണ് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ 1ാമത്തെ മുദ്ര പൊട്ടുന്ന അവസ്ഥ. ആ മുദ്ര പൊട്ടുന്ന അവസ്ഥയെക്കുറിച്ചാണ് അതിൻ്റെ സമയം ഏതാണെന്ന്, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ ആ സമയത്തെ വർഷങ്ങളായിട്ട് കണക്കൂട്ടുമ്പോൾ അത് എസെക്കിയേൽ പുസ്തകം 39-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, 7 വർഷത്തെ യുദ്ധം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം 7 വർഷത്തെ യുദ്ധത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. ആ യുദ്ധം തുടങ്ങുന്ന സമയത്തിന് സമയത്തെക്കുറിച്ച് വന്നിരിക്കുന്നു. ആ സമയം തുടങ്ങണമെങ്കിൽ അവൻ അന്യദേവൻ്റെ സഹായത്തോടെ, അതാണ് ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിൽ, അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പിൻവാങ്ങി കൊത്തനായി. ദാനിയേൽ 11:30, അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും. അവൻ്റെ സൈന്യം വന്ന് ദേവാലയം കോട്ടം അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ രാജ്യങ്ങളെ വിരച്ചു കയറുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവൻ്റെ സഹായത്തോടെ അവൻ പൊരുതും. അപ്പോൾ എന്തു സംഭവിക്കും? ഏറ്റവും ശക്തമായ കോട്ടകളായ അമേരിക്കയും തൊട്ടിപ്രതി ഇസ്രായേലും അതിനോട് ചേർന്ന് വരുന്ന യൂറോപ്യൻ രാഷ്ട്രം, ഈ 3 കോട്ടയും ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കിഴക്കൻ രാജ്യങ്ങളായ ചൈന, റഷ്യ, ഇന്ത്യ എല്ലാം വേർപാർത്തിക്കുന്നു.
അപ്പോൾ അതും ശക്തമായ കോട്ടകളാണ്. എന്നാൽ ഏറ്റവും ശക്തമായ ഇസ്രായേൽ എന്ന കോട്ടയോടും ഏറ്റവും ശക്തമായ അമേരിക്ക എന്ന കോട്ടയോടും മറ്റ് ശക്തമായ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ കോട്ടകളോടും അവൻ പൊരുതും എന്ന് പറയുമ്പോൾ അത് യുദ്ധം ആരംഭിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ വ്യക്തമായ അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങോട്ട് എത്തിയ പശ്ചാത്തലം നമ്മുടെ മുമ്പിലായിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് ഒഴിവ് പറഞ്ഞിട്ട് പോകാനില്ല. യുദ്ധം നടക്കുകയില്ലെന്ന് പറയാനോ, യുദ്ധം സാധ്യമല്ലെന്ന് പറയാനോ, അല്ലെങ്കിൽ സംഭവിക്കില്ലെന്ന് പറയാനോ നമുക്ക് സാധിക്കില്ലാത്ത വിധം അത് അടുത്തെത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഇപ്പോൾ അവിടെ ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ പറ്റാതെ വരും. കാലഘട്ടത്തെയും കാലഘട്ടത്തിലെ അതിൻ്റെ ലക്ഷണശാസ്ത്രമായ ഈ പ്രപഞ്ചത്തിലെ ലക്ഷണങ്ങളും യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചുമെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ലോകം യുദ്ധത്തിന് ഒരുങ്ങുന്നത് പോലെ തന്നെ യുദ്ധം വന്നാൽ ലോകം നശിക്കുമെന്നും അത് കോടാനുകോടി മനുഷ്യരുടെ മരണത്തിന് ഇടയാക്കുമെന്നും നാം അറിയുകയും അതിൻ്റെ ജ്ഞാനം കൊണ്ടും യുദ്ധവാർത്തകൾ കൊണ്ടും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ വിശുദ്ധിയുടെ, നമ്മുടെ നിത്യജീവനായിട്ടുള്ളൊരു ഒരുക്കത്തെയും നാം മുന്നേ വളരെ വ്യക്തമായിട്ട് കാണും. അത് കാണാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് കാണാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് നാശം സംഭവിക്കുക, അഥവാ നമ്മുടെ തോൽവി സംഭവിക്കുന്നത്. അങ്ങനെ തോൽവി സംഭവിച്ച് നാം നശിച്ചു പോകാനുള്ളതല്ല. അത് വ്യക്തമായിട്ട് കർത്താവ് എഴുതി വെച്ച വചനത്തിൽ കൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അത്തിമരത്തെ നോക്കി, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ഇലകൾ തളിർക്കുകയും കൊമ്പുകൾ തളിർത്ത് പുതിയ ശാഖകൾ വരികയും പൂക്കളും കായ്കളും എല്ലാം വരികയും ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ വസന്തകാലം അടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുവിൻ എന്നതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷണം തെളിഞ്ഞു നിൽക്കുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലാണ്. അതുകൊണ്ടാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഉടമ്പടിയും ഏറ്റവും വലിയ കോട്ടയുമായ ഇസ്രായേലിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തത്. കാരണം യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതും പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നതും പരിശുദ്ധാത്മാവ് വിഭീഷിച്ചിരിക്കുന്നതുമായ ലോകത്തിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ സ്വന്തം ജനതയുമായ യഹൂദജനവും യഹൂദന്മാരും അവരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് അന്നും അറിയാം ഇന്നും അറിയാം. പക്ഷേ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്, കാരണം അവർ കുഞ്ഞു രാഷ്ട്രമാണല്ലോ, അവരെ നശിപ്പിക്കാൻ പറ്റും വിചാരിച്ചുകൊണ്ട് അനേകർ പൊരുതും. പക്ഷേ എന്നാൽ അവനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ദൈവം അനുവദിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ക്ഷതങ്ങളും അവർക്ക് കുറച്ച് മുറിവുകളും വേദനകളും ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. കാരണം യേശു ക്രിസ്തു യഹൂദനായിരിക്കെ, ദൈവപുത്രനായിരിക്കെ, ആ ദൈവപുത്രനെ അവർ ദൈവത്തിൻ്റെ പുത്രനായിട്ട് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതെ അവരവരെ ക്രൂശിക്കുകയും യേശു ക്രിസ്തു കാൽവരിയിൽ 3 ആണികളിൽ പിടഞ്ഞ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്ത സംഭവം ചരിത്ര സംഭവമാണ്. അത് ലോകത്തെല്ലാവർക്കും അറിയാം. അതിൻ്റെ നിഗൂഢ രക്ഷകൾ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാവുന്ന പദ്ധതി ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം. പക്ഷേ അതിൻ്റെ പിന്നിൽ ചരിത്രപരമായി ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയായിരുന്നു. അതുകൊണ്ട് തള്ളിക്കളഞ്ഞ യേശു ക്രിസ്തുവിനെ തന്നെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഒരേ ഒരു ദൈവം, ജീവൻ്റെ ജീവനും മരണത്തെ തോൽപ്പിച്ചവനും മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തിയും കഴിവും അതിൻ്റെ എല്ലാവിധ നന്മകളും നിറഞ്ഞ ഒരേ ഒരു ദൈവം യേശു ക്രിസ്തുവാണെന്ന് മാത്രം വിശ്വസിക്കത്തക്ക രീതിയിൽ തെളിവ് കൊടുത്തിട്ടാണ് യേശു ക്രിസ്തു ലോകത്ത് പോയത്. അതാണ് മരിച്ചവരുടെ ഉയർപ്പ്. ലോകത്ത് മരിച്ചുയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവം അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റൊരു മതത്തിലും ഇതുവരെ ഒരു ചരിത്രപരമായിട്ടും എഴുതി വെക്കാത്ത ഒരേ ഒരു ഭാഗം മറ്റെല്ലാ ദൈവങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. എത്രയോ നന്മകളെക്കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച്, സനാതന മൂല്യങ്ങളെക്കുറിച്ചൊക്കെ അനേകം മതങ്ങളിൽ, മതദൈവങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം മരണത്തെ തോൽപ്പിച്ചു എന്ന് പറയുകയും തൻ്റെ ശരീരം നശിച്ചുപോയ ശരീരത്തെ അല്ലെങ്കിൽ മരണപ്പെട്ട ശരീരത്തെ വീണ്ടും ഉയർപ്പിച്ച് വീണ്ടും മരണത്തെ തോൽപ്പിച്ച ഒരേ ഒരു ദൈവം, ആ ദൈവം വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വരവ്, ആ യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ വരവ് ഉടൻ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും അടുത്തെത്തിയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നാം യേശു ക്രിസ്തുവിനെ ഏത് രീതിയിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ച് നമ്മൾ സ്വന്തമാക്കി വയ്ക്കും.
ഒരു സാധാരണ ജീവിതം നയിച്ചിട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വന്തമാക്കാൻ പറ്റുന്നൊരു യേശു ക്രിസ്തു അല്ല യേശു ക്രിസ്തു. അതൊരു ദൈവപുത്രനായ യേശു ക്രിസ്തു അത് നമുക്ക് ലോകത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. എപ്രകാരമായിരിക്കണം നാം ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്, എപ്രകാരമാണ് നാം ക്രിസ്തുവിനെ ആശ്രയിക്കേണ്ടത്, എപ്രകാരമാണ് നാം എൻ്റെ മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് യേശുവിന് പ്രീതിയുള്ള മകനും മകളുമായിട്ട് മാറേണ്ടത് എന്ന് വ്യക്തമായി യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് 3:10 കർത്താവ് ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മ പറയുന്നുണ്ട്, സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. കർത്താവ് പറയുന്നുണ്ട് വെളിപാട് 3:10. സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും, എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതെ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് നാം ജയിക്കണമെങ്കിൽ, യേശുവിന് കൂടെ നിത്യത്തിലേക്ക് പോകണമെങ്കിൽ നാം ഈ ഭൂമിയിൽ സാത്താനെയും അവൻ്റെ ദുരാത്മാക്കളെയും അതിൻ്റെ പൈശാചി വ്യൂഹങ്ങളെയും അതിൻ്റെ തിന്മയുടെ ദുരാത്മ ശക്തികളെയും തിന്മയുടെ ദുരാഗ്രഹങ്ങളെയും അഹങ്കാരത്തെയും അശുദ്ധിയെയും നാം വലിച്ചെറിയുകയും നാം എളിമയും വിനയവും സൗമ്യതയും സംയമനവും പ്രത്യാശയും കരുണയും വിശ്വസ്തയും സ്നേഹവും സഹനവും വിട്ടുവീഴ്ചയുമുള്ള മനുഷ്യരായി കർത്താവിൻ്റെ മുമ്പിലായിരുന്നാൽ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനും യേശു ക്രിസ്തുവിന് കൂടെ പോകാനും സാധിക്കുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കം ഈ ലോകത്ത് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തു ഉടൻ വരുമെന്നുള്ളത് ചരിത്രപരമായിട്ടും ഇന്നത്തെ ശാസ്ത്രീയമായിട്ടും ഇന്നത്തെ യുദ്ധത്തിൻ്റെ സന്നാഹം കൊണ്ടും അതിൻ്റെ യന്ത്രങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടും യുദ്ധം ആസന്നമാണെന്ന് പല രീതിയിൽ നമ്മൾ അറിയുന്നത് കൊണ്ടും ഇതേ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരാൻ തയ്യാറായ ഒരു കാലഘട്ടമാണ് ഉള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈ ആത്മീയ വിശുദ്ധിയുടെ പ്രക്രിയ വളരെ ശക്തമായിട്ട്, വളരെ തീക്ഷ്ണതയോടെ, വളരെ വളരെ അതിനുവേണ്ടി എത്ര പതിനായിരങ്ങൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നാലും എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും വേണ്ടി ഞാൻ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെ നിത്യത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സമ്പത്ത് വിൽക്കുകയോ ഞാൻ എൻ്റെ ജീവിതത്തെ ഉപേക്ഷിക്കുകയോ ഞാൻ അതിനുവേണ്ടി ലക്ഷങ്ങളോ കോടികളോ മുടക്കി ചെയ്താലും ഒരിക്കലും നഷ്ടമല്ല പ്രിയ സഹോദരരെ. കാരണം ഈ ലോകം ഇന്നല്ല നാളെ തീർന്നു പോകാനുള്ളതാണ്. ഈ പ്രപഞ്ചം വരെ ഇല്ലാതെയാകും, ഈ പ്രപഞ്ചം വരെ മാറ്റപ്പെടും. പിന്നെയുള്ളത് നിത്യപാതാളവും നിത്യസ്വർഗവുമാണ്. അത് മനസ്സിലാക്കുമ്പോൾ നിത്യജീവനിലേക്ക് എടുക്കപ്പെട്ടില്ലെങ്കിൽ നിത്യപാതാളത്തിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്, അത് അചിന്തനീയമാണ്. അതുകൊണ്ട് തന്നെ നാം വിശുദ്ധി പ്രാപിച്ചേ പറ്റൂ, വിശുദ്ധീകരണ പ്രക്രിയ നടത്തിയേ പറ്റൂ. ഞാൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട് ഞാൻ പറയുകയാണ്, പ്രിയ സഹോദര, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അത്യാസന്നമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്ന 800 കോടി മനുഷ്യരും, അതായത് ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ യഹൂദനെന്നോ അവിശ്വാസിയെന്നോ വിജാതിയെന്നോ അല്ലെങ്കിൽ പരിഷ്കൃതനെന്നോ അപരിഷ്കൃതനെന്നുള്ള ഒരു ചിന്തയുമില്ലാതെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും 800 കോടി മനുഷ്യർക്കും സ്വർഗീയമഹത്വത്തിൽ പ്രവേശിക്കാൻ സർവ്വശക്തനായ യേശു അനുഗ്രഹം തരുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് സുവിശേഷം, ഈ സത്യസുവിശേഷം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് തന്നിട്ട് പോയത്. എന്നാൽ അത് സൗകര്യപൂർവ്വം സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം സ്വാർത്ഥത അനുസരിച്ച് അതിനെ തള്ളിക്കളയുകയും വേണ്ടാന്ന് വെക്കുകയും ക്രിസ്തുവിൻ്റെ നിത്യവിനേക്കാളേറെ ഈ ലോകത്തിലെ ജഡസുഖവും ജഡമോഹങ്ങളുമാണ് നല്ലത് കണക്കൂട്ടി അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ നാം അതിൻ്റെ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മയും ഇന്നല്ല നാളെ നഷ്ടമാകും. പ്രത്യേകിച്ചും വാർത്തകളിലേക്കാകാം. ഇപ്പോൾ ചെറിയൊരു പോയിൻ്റ് ഞാൻ കേട്ടതേ ഉള്ളൂ. വാർത്തയുടെ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ ലോക്ക്ഡൗണിലേക്ക് പോകാൻ പോകുന്നു. പെട്രോളിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക, ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുക, സ്വർണ്ണം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ വാർത്തകളായിട്ട് കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. പെട്രോൾ ഡീസൽ ഇല്ലാതെയായാൽ എന്തു സംഭവിക്കും? ഭക്ഷണ മാർക്കറ്റുകൾ ഇല്ലാതെയായാൽ എന്തു സംഭവിക്കും? നമ്മുടെ ക്രയവിക്രയങ്ങൾ ഇല്ലാതെയായാൽ എന്തു സംഭവിക്കും? അപ്പോൾ നമ്മൾ ഇന്ന് വരെ കണ്ടുപിടിച്ചതും സമ്പാദിച്ചതും നേടിയതും അറിവ് നേടിയതും സമ്പത്തുണ്ടാക്കിയതും വാർക്കവീടുകൾ പണിതതും കാറ് മേടിച്ചതും നമ്മൾ ധരിച്ച വസ്ത്രവും എല്ലാം നിത്യശൂന്യതയും നിത്യവ്യർത്ഥതയും അർത്ഥശൂന്യമായി പോകുമ്പോൾ ഈ ലോകത്ത് എന്ത് ജീവിച്ചു? ഈ ലോകം കൊണ്ട് തീർന്നു പോകാനുള്ള ജീവിതമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. ദാനിയേൽ പ്രവചനം 12:7. ആ സമയത്തിലേക്ക് ലോകമെത്തുകയാണ്. യുദ്ധം അതിൻ്റെ ആസന്ന ഭാവിയിലേക്ക് എത്തുകയാണ്. യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ ആധുനിക യന്ത്രങ്ങളും ഉപകരണങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. ആവശ്യത്തിൽ കൂടുതൽ ആണവായുധങ്ങൾ ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. ആവശ്യത്തിന് കൂടുതൽ പട്ടാളക്കാരെ നിർമ്മിച്ച് വെച്ചു കഴിഞ്ഞു. അതിനു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും, റഡാർ സംവിധാനങ്ങളും, മൊബൈൽ സംവിധാനങ്ങളും, ടവർ സംവിധാനങ്ങളും എല്ലാം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ് വേണ്ടത്? ഇനി നമ്മുടെ മുമ്പിൽ എത്തിപ്പെടേണ്ടത് സമയമാണ്. അതാണ് കർത്താവ് ഇരിക്കുന്നത്. അത് സമയവും സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കുമെന്ന് ദാനിയേൽ 12:7 പറഞ്ഞിരിക്കുന്ന സമയം 2027 വരികയാണ് പ്രിയപ്പെട്ടവരെ. ദാനിയേൽ പ്രവചനത്തിൽ എസെക്കിയേൽ പ്രവചനത്തിൽ 7 വർഷത്തെ യുദ്ധം ഉണ്ടായിരിക്കും. അപ്പോൾ വർഷം കൂട്ടിയും സമയം കൂട്ടിയും അതിൻ്റെ പശ്ചാത്തലം കൂട്ടിയും എല്ലാം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആണവ ആയുധങ്ങൾ ബഹിരാകാശത്ത് സ്ഫോടനമുണ്ടാക്കുമെന്നും ആ ബഹിരാകാശത്തെ സ്ഫോടനത്തിൻ്റെ ഫലമായി പ്രപഞ്ചത്തിന് ഇളക്കം തട്ടുമെന്നും അതിൻ്റെ പേരിൽ ബഹിരാകാശത്തും ശൂന്യാകാശത്തും വായുമണ്ഡലത്തിലും അതിശക്തമായി ചൂട് അനുഭവപ്പെടുന്നു. ആ ചൂടിൻ്റെ ഫലമായി 10,000 ലക്ഷക്കണക്കിന് മനുഷ്യർ വെന്തു മരിക്കുമെന്നും അമിത ചൂടിനെ താങ്ങാൻ പറ്റാതെ 1000 മൂന്നിലൊന്ന് മനുഷ്യരാശിയുടെ 1/3 ഭാഗം വെന്തു മരിക്കുമെന്ന് കർത്താവ് വെളിപ്പാടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ കാര്യങ്ങൾ നിങ്ങൾ ഊന്നി പറയുന്നത്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം ഒരു രക്ഷ, ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം, ഈ പശ്ചാത്തലമെല്ലാം ലോകത്തിൽ വരുമ്പോഴും തൻ്റെ പൊന്നോമന മക്കളെ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ കണ്ണും കാതും മാറ്റിവെച്ചിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി മാത്രം എൻ്റെ കാതുകൾ മാറ്റിവെച്ചിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തെയും ദിവ്യകാരുണ്യത്തെയും വചനത്തെയും കാണാൻ വേണ്ടി മാത്രം എൻ്റെ കണ്ണ് മാറ്റിവെച്ചിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ വചനത്തെ സ്തുതിക്കാനും ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം തൻ്റെ അതരത്തെ ഉപയോഗിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ വിശുദ്ധ ബലിയും അതിൻ്റെ കൂതാശകളും മാത്രം സ്വീകരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഒരുക്കി മാറ്റിവെച്ചിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ നിത്യജീവനും നിത്യതയും ഉടൻ വരുമെന്ന് തൻ്റെ ബുദ്ധിയിലും ബോധമണ്ഡലത്തിലും അബോധമണ്ഡലത്തിലും ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർ, അങ്ങനെ ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിനും നിത്യതയ്ക്കും വേണ്ടി ഈ ലോകത്തിലെ തൻ്റെ ജീവനെയും ജീവിതത്തെയും സമ്പത്തിനെയും സമയത്തെയും മാറ്റിവെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1000 10,000 രഹസ്യമായും പരസ്യമായും ഒരുങ്ങി വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ പടിവാതിൽക്കലെത്തിയിരിക്കുന്നു. അത് സമയങ്ങളുമായി തുടങ്ങാൻ തൻ്റെ മുമ്പിൽ ആസന്നമായിരിക്കും. അതിനാൽ പ്രിയ സഹോദരരെ, ഈ എല്ലാ ലക്ഷണങ്ങളെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് യന്ത്രങ്ങൾ സംവിധാനം, പട്ടാളക്കാർ യന്ത്ര സംവിധാനങ്ങൾ അല്ല. അതിൻ്റെ ആത്മീയ തലങ്ങളാണ് ഇത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്ത് അത് തമ്മിലുള്ള കരാറുകൾ രേഖപ്പെടുത്തി രാജ്യങ്ങൾ തമ്മിലുള്ള ജ്ഞാനത്തെ കൈമാറുന്ന അവസ്ഥ. ഒന്ന് ശാസ്ത്രീയ അറിവ്, 2 രാജ്യങ്ങളും തമ്മിലുള്ള ജ്ഞാനത്തിൻ്റെ കൈമാറ്റങ്ങൾ, 3 അതിൻ്റെ പരിണിത ഫലമായ യുദ്ധമോ അതിൻ്റെ പ്രശ്നങ്ങളോ വന്നു കഴിയുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് തൻ്റെ ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് സഹായത്തിനെത്തി ഒരുമിച്ച് നിന്ന് പോരാടുന്ന അവസ്ഥ. അതാണ് അതീന്ദ്രിയ തലം. അതെല്ലാം ഒരുക്കപ്പെട്ട് എല്ലാം യുദ്ധത്തിന് പൂർത്തിയായി എല്ലാം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ലോകാവസാന യുദ്ധം തുടങ്ങുന്ന പശ്ചാത്തലം എല്ലാ രീതിയിലും അടുത്തെത്തിയിട്ടും ഇന്ന് സമൂഹത്തിനോ സഭയ്ക്കോ ലോകത്തിനോ ജനത്തിനോ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുമ്പുള്ള ലക്ഷണമാണ് ഈ കാണുന്നതെന്നും അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൂടെ പോയില്ലെങ്കിൽ നിത്യപാതാളം എന്ന പരമസത്യത്തിലേക്ക് നാം തള്ളപ്പെടുമെന്നും അങ്ങനെ തള്ളപ്പെട്ടാൽ നമുക്ക് പിന്നീട് ഒരു രക്ഷയുമില്ലെന്നുള്ളത് പൂർണ്ണമായി ഇപ്പോൾ മനസ്സിലാക്കണമെന്നും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരുക്കണമെന്നും ചിന്തിക്കുന്നവർ വളരെ കുറവാണ് പ്രിയ സഹോദരൻ. അതുകൊണ്ടാണ് വളരെ വേദനയോടെ ഞാൻ നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതിനാൽ പ്രിയ സഹോദരനെ, കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങൾ ഈ പശ്ചാത്തലത്തിൽ കിട്ടുന്ന അവസരങ്ങളാണ്. ഈ സമയം ഏതാനും ചുരുങ്ങിയ ചില മാസങ്ങൾ, 2 മാസമോ 3 മാസത്തിനോ ഉള്ളിൽ നമുക്ക് ഒരുങ്ങാൻ പറ്റിയാൽ ഒരുങ്ങാം. അതിനപ്പുറത്തേക്ക് ഒരുങ്ങാൻ പറ്റുകയില്ല. വലിയ ലോക്ക്ഡൗണുകൾ വന്നേക്കാം, ഭക്ഷണ സാധനങ്ങൾ മാർക്കറ്റിൽ അപ്രത്യക്ഷമാകും, ഗതാഗതങ്ങൾക്ക് വലിയ കുരുക്കൾ അനുഭവപ്പെടും, യാത്രകൾ അസാധ്യമാകും, ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇല്ലാത്ത വസ്തുവിനും മരുന്നുകൾ കിട്ടാതെ വരും, ഈ സ്കൂൾ കോളേജുകളൊക്കെ അടച്ചിടും. ലോക്ക്ഡൗൺ പോലെ വന്നാൽ മനുഷ്യൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ശാന്തമായിട്ടിരിക്കേണ്ടി വരും. പക്ഷേ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരും. അവിടെ നമ്മൾ കർത്താവിനെ നോക്കി നിലവിളിച്ചിട്ടോ കരഞ്ഞിട്ടോ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യമുണ്ടായിരിക്കില്ല. യേശു ക്രിസ്തുവിനോട് കൂടി തൻ്റെ ജീവനെയും ജീവിതത്തെയും ചേർത്ത് വെച്ച് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെയും ജീവിതത്തെ ഉപേക്ഷിച്ച്
കാത്തിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ മഹത്വത്തിൽ ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വെളിപാട് 3:10 കർത്താവ് പറഞ്ഞ്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമ്മളായിരിക്കണം, ക്രിസ്തുവിലായിരിക്കണം. അപ്പോൾ പരീക്ഷകളെ അതിജീവിക്കാനും കഴിയും. കർത്താവിൻ്റെ സംരക്ഷണം, യേശുവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതിനിട്ട് ഒരുങ്ങാൻ സർവ്വശക്തനായ ഈശോ നമ്മൾ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. അതിനുള്ള ഏക വഴി, ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടത്തക്ക രീതിയിൽ ഞാൻ ആയിരിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാകുന്നത് ഈ സുവിശേഷ ഭാഗത്തു നിന്നോ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാരായണത്തിൽ നിന്നോ അല്ല, മറിച്ച് നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് അമേരിക്കയിൽ വിസ കിട്ടിയാൽ അതിൻ്റെ പാസ്പോർട്ട് എടുക്കുന്നത് മുതൽ, അതിൻ്റെ വിസ തയ്യാറാക്കുന്നത് മുതൽ, അതിൻ്റെ വിമാന ടിക്കറ്റ് എടുക്കുന്നത് മുതൽ, അതിൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടുന്നത് മുതൽ, അവിടുന്ന് വിമാനത്തിൽ കയറി അവിടെ എത്തുന്നിടം വരെ അനേകം പ്രോസസ്സിങ്, അനേകം ഘടകങ്ങൾ കടന്നിട്ടാണ് നമ്മളതിൻ്റെ അവസാനം അമേരിക്ക എന്ന രാഷ്ട്രത്തിൽ ജോലിക്കാട്ടുന്നത്. ഒറ്റ സുപ്രാന്തി അമേരിക്ക ജോലി കിട്ടി ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അറിവിൻ്റെ തലമുണ്ട്. എന്നതുപോലെ എങ്ങനെ ഒരുങ്ങണം എന്നതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്ന ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഒരുങ്ങാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായത്തിൽ ഒരുങ്ങി രക്ഷപ്പെടാമെന്ന് ആരും വിചാരിച്ചു പോകരുത്. അല്ലെ പിന്നെ ഈ വചനത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ വചനം നേരിട്ട് വായിച്ചാൽ ആർക്കൊരു മനസ്സിലാകത്തുമില്ല. അതുകൊണ്ടാണ് കർത്താവ് ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് എങ്ങനെയാണ് നിൻ്റെ ജീവനെ, ജീവിതത്തെ, നിൻ്റെ ഇന്ദ്രിയങ്ങളെ, നിൻ്റെ കാഴ്ചപ്പാടുകളെ, നിൻ്റെ വിശ്വാസത്തെ, നിൻ്റെ വിശുദ്ധിയെ, നീ ചെലവഴിക്കുന്ന സമയത്തെ, നീ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളെ, നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ നഷ്ടപ്പെട്ടുപോയ മൂല്യത്തെ ഒക്കെ നീ ക്രമീകരിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന വ്യക്തികളുടെ അടുത്ത് പോയി അത് പഠിക്കണം, അതറിയണം. അതറിഞ്ഞില്ലെങ്കിൽ പിന്നീടുള്ളൊരു നിലവിളി അത് ആർക്കും സ്വീകാര്യമല്ല. അതിനാ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും 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 പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ചില കമൻറ്റുകളൊക്കെ പറയുന്നത് നിങ്ങൾ പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറയുന്നത്, അവർ പറയുന്നത് ശരി തന്നെയാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുകയാണ്. അത് കേൾക്കുന്നവർക്ക് വിരസത ഉണ്ടാകുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുമുണ്ട് പ്രിയപ്പെട്ടെ. പക്ഷേ ആവർത്തിച്ച് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞില്ലെങ്കിൽ നശിച്ച് നാശം കെട്ട് തീർന്ന് ശൂന്യമായി പോകുന്ന ഓരോ മനുഷ്യരുടെ നിലവിളി അത് പിന്നെ കേൾക്കാൻ ആരും ഉണ്ടാവുകയില്ല. ആ നിലവിളിയേക്കാൾ എത്രയോ മനോഹരമാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നത്. അറിയണമെങ്കിൽ നിങ്ങൾ ഇത്തരം ധ്യാന ക്ലാസ്സുകൾ കൂടെ തന്നെ വരണം. വിശ്വാസത്തെയും വിശുദ്ധിയും നമ്മൾ ക്രമീകരിച്ചെടുക്കണം. വിശ്വാസം എന്നത് ഒന്ന്, വിശുദ്ധി എന്നത് വേറെ ഒന്ന്, ആത്മീയ ഫലങ്ങൾ വേറൊന്ന്. അതെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കണം, എടുത്തേ പറ്റൂ. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എന്നെ ധീരനും ശക്തനും വിശുദ്ധിയുമുള്ളവനാക്കി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ചും സുവിശേഷം മുതൽ ലേഖനം മുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാം അറിയും പഠിക്കുകയും ചെയ്യേണ്ടത് വെളിപാട് ഗ്രന്ഥത്തിൽ നിഗൂഢാർത്ഥത്തിൽ മുദ്ര ചെയ്യപ്പെട്ട് എഴുതപ്പെട്ട വചനത്തിൻ്റെ നിഗൂഢാർത്ഥങ്ങളുടെ മുദ്ര പൊട്ടിച്ച് അതിനകത്ത് കർത്താവ് എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി അത് നാം സ്വാംശീകരിച്ച് ആ ആത്മീയ ഒരുക്കം നടത്തിയില്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ ഇതാ തൊട്ടുമുമ്പിൽ ലോക്ക്ഡൗൺ വരാൻ പോകുന്നു, സ്വർണ്ണ വ്യാപാരം വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു, മാർക്കറ്റിൽ ഇല്ലാതാകാൻ പോകുന്നു, പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നു. ഇതൊക്കെ സൂചനയായിട്ട് കണ്ടാൽ അതൊക്കെ നമ്മുടെ തൊട്ടടുത്താണെന്ന് മനസ്സിലാക്കാൻ അധിക സമയവും അധിക ബുദ്ധിയും നമുക്ക് ആവശ്യമില്ല. അതിനെ പ്രിയ സഹോദരങ്ങളെ, കൂടുതൽ തീക്ഷ്ണതയോടെ ഒരുങ്ങുവാൻ അതിനായിട്ട് നമ്മുടെ എൻ്റെ ധ്യാന ക്ലാസ്സുകളുടെ ഡേറ്റുകളൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളവർക്കൊക്കെ പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.